ഇന്നത്തെ ദിവസം ഇങ്ങനെയാണ് കേട്ടോ. ഇത്രയും കഷ്ണങ്ങൾ വെച്ചാണ് ഞാൻ ഇന്ന് സാമ്പാർ ഉണ്ടാക്കുന്നത്. ഇതിലേക്ക് വെണ്ടയ്ക്ക ഇല്ല, വഴുതനങ്ങ ഇല്ല, ക്യാരറ്റ് ഇല്ല. എങ്കിലും നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ളൊരു സാമ്പാർ ഉണ്ടാക്കാം. അരമുറി നാളികേരം കേട്ടോ ഞാൻ ഈ സാമ്പാറിലേക്ക് എടുക്കുന്നത്. കുറച്ച് അയില വാങ്ങിച്ചിട്ടുണ്ട്, അത് കഴുകി വൃത്തിയാക്കി വരയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്കുള്ള മസാലകളൊക്കെ ചേർക്കാം. ഇഞ്ചി വെളുത്തുള്ളിയും പെരുംജീരകത്തിൻ്റെ പേസ്റ്റാണ്, മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ഉപ്പും പാകത്തിന് കേട്ടോ. ഇനി ഇത് നമുക്ക് മസാല തേച്ച് വെക്കണം. ഇനി ഇത് ഗ്യാസുമ്മ വെക്കാനുള്ളതാണ്, അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇങ്ങോട്ട് തിരിയാം. ഇനി അതിനിടയ്ക്ക് തന്നെ ഞാനിതാ സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ മുറിച്ച് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ പാകത്തിനുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട് കേട്ടോ. ഇനി അടുപ്പത്തിരുന്നിട്ട് നമ്മുടെ സാമ്പാർ കഷ്ണങ്ങളൊക്കെ ഒന്ന് വേവട്ടെ. അതിനിടയ്ക്ക് ഞാനിതാ അയില വറക്കുകയാണ്. ചെറിയ തീയിൽ വെച്ചിട്ടാട്ടോ ഞാൻ അയില വറക്കുന്നത്. അപ്പോൾ അയില വറക്കുമ്പോൾ നല്ല തീ കൂട്ടി വെച്ചാൽ നമ്മുടെ അയില പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ചെറിയ തീയിൽ തന്നെ വെച്ചിട്ട് വേവിക്കുക. ക്യാബേജ് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നാളികേരവും 2 പച്ചമുളകും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ട് വെക്കണം. ഇതും നമുക്ക് ചെറിയ തീയിൽ വെച്ചിട്ടാണ് വേവിക്കാനുള്ളത്. വലിയ തീയിൽ വെച്ചാൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോകും, ടേസ്റ്റ് വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊന്നും വേണ്ട, ചെറിയ തീയിൽ വെച്ചിട്ട് തന്നെ വേവിക്കാം. അതിന് ഞാനിതാ കടുക് വെളിച്ചെണ്ണയും കൂടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് പൊട്ടിത്തീരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. പ്രിയ കൂട്ടുകാരെ, വീഡിയോ ഇഷ്ടമായാലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. ഇനി കടുകുകളെല്ലാം പൊട്ടി കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ക്യാബേജ് നമുക്ക് ചീനച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഉപ്പിടുന്നത് കാരണം ഇനി അതൊന്നും ഇടേണ്ട കാര്യമില്ല. നല്ലോണം ഇളക്കി മിക്സ് എല്ലാം റെഡിയാക്കണം. മഞ്ഞൾപ്പൊടി എല്ലായിടത്തും ചേരുന്ന വിധത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. ഇനി ചെറിയ തീയിൽ അടച്ച് വെച്ച് നമുക്ക് വേവിക്കാം കേട്ടോ. അടച്ച് വെച്ച് വേവിക്കുമ്പോൾ ചെറിയ തീയിൽ വെക്കുമ്പോഴാണ് നമ്മുടെ ക്യാബേജിന് ടേസ്റ്റ് കൂടുകയുള്ളൂ. ചെറിയ തീയിൽ തന്നെ വെക്കണം. ഇനി സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ വെന്തോ എന്ന് നോക്കാം. അപ്പോൾ സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട്. ഇതിൻ്റെ മുന്നേ ഞാൻ പുളി പാർന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ, പിഴിഞ്ഞിട്ട്. ഇനി നമ്മുടെ അരപ്പ് അരച്ച് വെച്ചിട്ടുണ്ട്. ഏകദേശം നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെന്ത സ്ഥിതിക്ക് നമുക്ക് അരപ്പൊക്കെ ചേർത്ത് കൊടുക്കാം. കഷ്ണം വേവാൻ ഞാൻ കുറേ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് കുറച്ച് വെള്ളം ഞാൻ ഊറ്റി എടുത്തിട്ടുണ്ട്. അതിന് ശേഷമാണ് ഞാൻ തേങ്ങ ചേർത്തിട്ടുള്ളത്. നമ്മുടെ വറുത്തരച്ച അരപ്പ് ഞാൻ ചേർത്തിട്ടുള്ളത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മാത്രം മതി. ഇനി കടുകിലൊന്നും വറവിടേണ്ട കാര്യമില്ല, പൊതുവേ നല്ല ടേസ്റ്റായിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഒരുവിധം പണിയൊക്കെ തീർന്നു. ഇനി നമുക്ക് ബാക്കിയുള്ള പരിപാടികളൊക്കെ കാണാം. നല്ല കുത്തരി ചോറും നല്ല വറുത്തരച്ച സാമ്പാറും ഒക്കെ കൂട്ടിയിട്ടാണ് ഇന്ന് ഊണ് കേട്ടോ. നല്ല തിക്കായിട്ടൊക്കെ ഉള്ള സാമ്പാർ തന്നെയാണ്. അപ്പോൾ പിന്നെ ഞാൻ കാണിച്ചു തരാൻ പോണത് നമ്മുടെ ക്യാബേജ് തോരനാണ്. ഉപ്പേരി എന്നൊക്കെ നമ്മുടെ അവിടേക്ക് പറയാം, ക്യാബേജ് ഉപ്പേരിയാണ്. ഒരുപാട് കാലത്തിന് ശേഷമാണ് ഞാൻ ക്യാബേജ് വാങ്ങിച്ചിട്ടുള്ളത്. അതിന് ശേഷം നമുക്കിനി കാണാൻ പോണതാണ് മെയിൻ. പപ്പടമാണെങ്കിൽ തുറന്നിട്ടും കിട്ടണില്ല കൂട്ടുകാരെ. ഈ ഒറ്റക്കൈയിൽ ഫോണും വെച്ചോണ്ടാവുമ്പോഴേ അപ്പോൾ പപ്പടം തുറന്ന് കിട്ടിയിട്ട് അപ്പോൾ പപ്പടം കാണിച്ചെന്നു. ഇനി നമുക്ക് ഊണ് വിളമ്പിയാലോ. അപ്പോൾ വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കൂട്ടുകാരെ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമാവും എൻ്റെ ഉച്ചത്തെ ഊണ്. അപ്പോൾ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. അയില പൊരിച്ചതുണ്ട്, കരിമീൻ വറുത്തതുണ്ട്, കൊടംപുളിയിട്ട് വെച്ച നല്ല ചെമ്മീൻ കറിയുണ്ട്, തുമ്പപ്പൂ നിറമുള്ള ചെറുമണി ചോറുണ്ട്, തുമ്പപ്പൂ നിറമുള്ള ചെറുമണി ചോറുണ്ട്, ഉപ്പിലിട്ട മാങ്ങയുണ്ട്, ഉണ്ണാൻ വാ.